സ്മാർട്ട് അപ്ഡേറ്റ്സ്. തണുപ്പ് കൂടിയാൽ പുറംലോകം കാണാതെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഇന്നാട്ടിൽ പകൽ 4 മണിക്കൂറുകൾ മാത്രം, ബാക്കി മുഴുവൻ കൂരിരുട്ട്. ഇവിടെയും ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഞായറാഴ്ചയെങ്കിലും രാത്രി കൂടുതലായിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു കാണും. രാത്രിക്കൊപ്പം നല്ല മഞ്ഞുകാലം കൂടിയാണെങ്കിൽ ആഹാ സുഖം, പുതച്ചു മൂടിയങ്ങ് ഉറങ്ങിക്കളയാമല്ലേ. എപ്പോഴും ഇങ്ങനെയൊക്കെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നാടുണ്ട്. സന്തോഷത്തോടെ അങ്ങ് പോയി കളയാം. ആവോളം രാത്രിയുണ്ട്, തണുപ്പുണ്ട്, എല്ലാം അല്പം കൂടുതലായി എങ്കിലേയുള്ളൂ. 24 മണിക്കൂർ ഉള്ളതിൽ 21 മണിക്കൂർ രാത്രി, ബാക്കി 4 മണിക്കൂറുകൾ പകൽ. വിചിത്രമെന്ന് കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും അല്പം കഷ്ടം തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ കഥ. താപനില കുറഞ്ഞു തെർമോമീറ്റർ വരെ അടിച്ചുപോയി. ഏകദേശ കണക്കനുസരിച്ച് ആകെ 500 മുതൽ 900 പേർ മാത്രമേ ഇവിടെ വസിക്കുന്നുള്ളൂ. 1993 67.7 എന്ന കുറഞ്ഞ താപനിലയിൽ അവസാനമായി കണ്ടത്. തണുപ്പ് കഠിനമായാൽ പോസ്റ്റ് ഓഫീസും ബാങ്കും എയർപോർട്ടും ഒന്നും പ്രവർത്തിക്കില്ല. സർവവും മരവിച്ച അവസ്ഥ. കുടിവെള്ളം വരുന്ന പൈപ്പുകൾ പോലും ഇങ്ങനെയായാൽ എന്ത് ചെയ്യാനാ? വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാനാകാത്ത സാഹചര്യം. അകത്തുള്ള പവർ ജനറേറ്ററിലാണ് ഓരോ കുടുംബത്തിന്റെയും ജീവിതം. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ പ്രദേശമായ ഒയ്മാക്കോൺ എന്ന സൈബീരിയൻ ഗ്രാമത്തെക്കുറിച്ചാണ് പറയുന്നത്. നഗരത്തിൽ ഒരു മൂരിക്കുട്ടന്റെ പ്രതിമയുണ്ട്. തണുത്തുറഞ്ഞ കാലത്തിന്റെ പ്രതീകമാണത്. ശൈത്യമേറിയാലുടൻ സ്കൂളുകൾ അവധിയിലാകും. അതിനാൽ തന്നെ കുട്ടികൾക്ക് ഇവിടെ താമസിക്കുന്നത് വലിയ ഇഷ്ടം തന്നെയാകും. വിനോദസഞ്ചാരികൾക്കും ഈ സ്ഥലം ഏറെ ഇഷ്ടപ്പെട്ടത് തന്നെ. എന്നാൽ പോകുന്നവർ ഹോട്ടലുകളൊന്നും പ്രതീക്ഷിക്കരുതെന്ന് മാത്രം. വണ്ടി എഞ്ചിൻ കേടാകുന്നതാണ് മറ്റൊരു പണി. വാഹനം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അത് ഇടയ്ക്കിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യാൻ കൊടും തണുപ്പത്തും ഒരാൾ അതിനുള്ളിൽ താമസിക്കുക പോലും വേണ്ടി വന്നേക്കാം. ഭക്ഷണകാര്യവും ഇതുപോലെ തന്നെ. സ്ഥിരമായി മാംസ്യഭക്ഷണങ്ങളെ ഈ സമയത്ത് കഴിക്കാനാകും. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മനുഷ്യർ ബുദ്ധിമുട്ടുന്നത് ഒരു മരണം സംഭവിക്കുമ്പോഴാണ്. കൽക്കരി ഉപയോഗിച്ച് മഞ്ഞുരുക്കി മാറ്റി വേണം സംസ്കാരത്തിന് അല്പം സ്ഥലം കണ്ടെത്താൻ പോലും. ചുരുക്കം പറഞ്ഞാൽ തണുപ്പ് ഇവിടെ ഒരു ശാപം തന്നെ. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിപ്പേരുള്ള കേരളം ഉൾപ്പെടെ ഓരോ നാട്ടിലുള്ളവരും ഈ ഗ്രാമത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. പ്രകൃതിയെ ഉപയോഗിച്ചില്ലാതാക്കുന്ന നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളും ഈ ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ പ്രകൃതിയോടുള്ള സമീപനത്തിൽ അല്പം വ്യത്യാസം വരുത്താം. കാരണം ഇന്ന് അതിശൈത്യവും അസഹ്യമായ ചൂടുമെല്ലാം മാറി മാറി നമ്മളെയും ബാധിച്ചു തുടങ്ങിയെന്ന് വാസ്തവം തന്നെയാണ്. സ്മാർട്ട് അപ്ഡേറ്റ്സ്.